നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്രോൾ വാഹനമോ അല്ലെങ്കിൽ ഒരു ഡീസൽ വാഹനം, പെട്രോൾ വാഹനമായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട്, അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആക്സിലറേറ്ററിൽ നിന്നും കാലെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡീ ആക്സിലറേഷൻ മോഡിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് എല്ലാം കട്ട് ഓഫ് ആകുന്നുണ്ടോ, അതായത് ഓഫ് ആകുന്നുണ്ടോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് @my കാർ യൂട്യൂബ് 1 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹായ് രാകേഷ് സർ, ആം അരവിന്ദ് ഫ്രം ട്രിവാൻഡ്രം. ഡസ് ഫ്യൂവൽ ഇഞ്ചക്ടർ സ്വിച്ച് ഓഫ് കംപ്ലീറ്റ്ലി വൈൽ ഡീ ആക്സിലറേറ്റിംഗ് ടിൽ ഐഡിൽ എഞ്ചിൻ സ്പീഡ്? 100%. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, കാരണം പഴയ വാഹനങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, തുടക്കം ഇറങ്ങിയ MB5 മോഡൽസിൻ്റെ ഒന്നും ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഐഡ്ലിംഗ് സ്പീഡ് ഒത്തിരി താഴത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങളിലെല്ലാം മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ മെയിനായിട്ട് നോക്കുന്നൊരു കാര്യമാണ് ഫ്യൂവൽ എഫിഷ്യൻസി. കാരണം ഇപ്പോൾ എല്ലാവർക്കും വേണ്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസി തന്നെയാണ്. കാരണം പൊതുവെ എല്ലാവരും സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് പോയാൽ പോലും അതിനകത്തും അവർ നോക്കുന്നൊരു കാര്യം മൈലേജ് തന്നെയാണ്. സേഫ്റ്റി നോക്കുന്ന വാഹനങ്ങൾക്ക് പോലും മൈലേജ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കംപ്ലയിൻ്റ് ആയിട്ട് ചെല്ലുന്ന കാര്യം നമുക്കറിയാം. ഓക്കെ, അത് ആസിറ്റീസ് എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു കംപ്ലയിൻറ്റിലോട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യത്തിലോട്ട് വരുമ്പോൾ, വാഹനത്തിൻ്റെ ക്ലച്ച് ചവിട്ടുമ്പോൾ പോലും വാഹനത്തിൻ്റെ ക്ലച്ച് സ്വിച്ച് എഞ്ചിനിലോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കും, അതായത് ഫ്യൂവൽ കട്ട് ചെയ്തോളാൻ. ഫ്യൂൽ കട്ട് ചെയ്യുക ഇൻ ദ സെൻസ് ഐഡ്ലിങ് അവിടെ എപ്പോഴും നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് ഒരു ഐഡിൽ RPM ഉണ്ട്. ആ ഒരു RPMത്തിൽ നിന്ന് ഒരിക്കലും താഴെ പോകത്തില്ല. കാരണം ആ ഒരു RPM കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഫ്യൂൽ കട്ട് ഓഫ് ആകുക എന്നുള്ളത്. അങ്ങനെ ഫുള്ളായിട്ട് കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ നോക്കിങ്സോ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഒരു ബാലൻസിങ് പ്രോപ്പർ ആകാതെ വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഫുള്ളായിട്ട് പെട്രോൾ ഇഞ്ചക്ടേഴ്സ് സ്റ്റോപ്പ് ആകും എന്നല്ല പറഞ്ഞിരുന്നത്. നോർമലായിട്ട് നമ്മുടെ ഐഡ്ലിങ് എത്രയാണോ ആ ഒരു ഐഡ്ലിങ് നിൽക്കാൻ വേണ്ട ആ ഒരു ഫ്യൂൽ മാത്രം കൊടുക്കത്തുള്ളൂ. അതായത് ഇപ്പം നമ്മളൊരു വാഹനം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സെക്കൻഡിൽ ചിലപ്പം ഒരു ml ഒരു സെക്കൻഡിൽ ചിലപ്പോൾ ഒരു 0.1 ml ഫ്യൂൽ വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് 0.05 ml ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അന്നേരം ഫ്യൂൽ കുറയ്ക്കുന്ന സമയത്ത് അവിടെ എന്താണ് കുറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ RPM ഗ്രാജുവലായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറയുന്ന സമയത്താണ് വാഹനത്തിൻ്റെ മൈലേജ് കൂടുതൽ കിട്ടുന്നത്. ഈ പറയുന്ന പോലെ ഒരു പുള്ളിങ് കുറയുന്നത് നമ്മൾ ഡീ ആക്സിലറേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് വാഹനം ഒരു ഇറങ്ങി വരുന്ന സമയത്ത് ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്പീഡ് ഗ്രാജുവലായിട്ട് കുറയുന്നത്, അതായത് നമ്മളായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയുന്നതിൻ്റെ പ്രധാന കാര്യം ഇത് തന്നെ ആണ്.